ഷുഗർ പേഷ്യൻസിൽ ഷുഗർ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിലും അപൂർവം ചില ആളുകളിൽ മോണരോഗം വരാറില്ല. അതിനുള്ള മെയിൻ കാരണം അവരുടെ ജനിതക ഗുണമാണ്. കാരണം ചിലരുടെ ശരീരപ്രകൃതിക്ക് രോഗങ്ങളെ ചെറുക്കാൻ പ്രത്യേക കഴിവുണ്ടാകും. പിന്നെ അവർ നന്നായിട്ട് വായ വൃത്തിയാക്കുകയും ചെയ്യും. ഷുഗർ പേഷ്യൻ്റ് ഷുഗർ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ മോണയിലും പല്ലിലും വരുന്ന മാറ്റങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഓരോന്നായിട്ട് കാണിച്ചു തരാം. മെയിനായിട്ട് ഗം ബ്ലീഡിങ് ഉണ്ടാവും. പിന്നെ പല്ലിൽ മോണയിലെ ആ ഒരു കളർ വ്യത്യാസം കാണുന്നില്ലേ, മോണയിൽ വിളർച്ച ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഒരു പെയിൽ പിങ്ക് കളറാവുന്നത്. പിന്നെ അത് വൈറ്റ് കളറാവാനും ചാൻസ് ഉണ്ട്. കാരണം ഷുഗർ പേഷ്യൻസിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ട് അനീമിയ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങൾ കാണുന്നില്ലേ പല്ലിൻ്റെ താഴെയായിട്ട് ചെറിയ ചെറിയ വീക്കം വന്നത്, ഇതിപ്പോൾ ഫ്രണ്ടിലെ പല്ലിൻ്റെ താഴെ കാണുന്നുള്ളൂ. അപ്പോൾ ആ പല്ലിന് ചെറിയ ഇളക്കവും വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കംപ്ലീറ്റ് എല്ലാ പല്ലിലേക്കും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ പല്ലിൻ്റെ താഴെ വന്ന ആപ്സസ് അഥവാ പഴുപ്പ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇളക്കം ഒരു ലിമിറ്റ് വരെ കുറക്കാൻ പറ്റും. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിലും ഷുഗർ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിലും ഇത് സ്പ്രെഡ് ചെയ്യുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. 100% അത് സ്പ്രെഡ് ചെയ്യും. പിന്നെ അടുത്തുള്ള പല്ലിനും ഇളക്കം വന്നു തുടങ്ങും. പല്ലിന് ചെറിയ ഇളക്കം വരുന്ന സമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നല്ലപോലെ ഇളകുന്നത് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. കാരണം നല്ലപോലെ ഇളകി കഴിഞ്ഞാൽ നമുക്ക് പല്ലെടുത്ത് കളയുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ കാണുള്ളൂ. ഷുഗർ പേഷ്യൻസിൽ മോണരോഗം ആദ്യഘട്ടത്തിലാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷേ പേഷ്യൻ്റ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിൽ നല്ലപോലെ ശ്രദ്ധിക്കണം. ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ മോണരോഗം വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 നേരം ബ്രഷ് ചെയ്യുക, മൗത്ത് വാഷ് യൂസ് ചെയ്യുക, ഡെൻ്റൽ ഫ്ലോസ് യൂസ് ചെയ്യുക. പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഷുഗർ പേഷ്യൻസിൽ തുടക്കത്തിൽ തന്നെ മോണയുടെ രോഗം നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മോണയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ശരീരത്തിലെ എല്ലാ ഭാഗത്തിനും കൊടുക്കുന്ന പ്രാധാന്യം വായയുടെ ആരോഗ്യത്തിനും കൊടുക്കുക. കാരണം നമ്മുടെ വായയുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടാകും.